ഹായ് ഹലോ, ദേവൂസ് തെച്ചൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നതും അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമുക്കിന്ന് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇച്ചിരി തോരൻ വെക്കുകയും കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ വേണേ. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ആറ്റുമീൻ. ഇത് നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കിയെല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വരാം. ഇത് ഒരു തരം മീനല്ല, എല്ലാത്തരം മീനും കൂടെ ചേർന്നതാണ്, മിക്സായിട്ടാണ്. പിന്നെ ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആണെങ്കിലും വെട്ടിയെടുക്കുന്നത് ടാസ്ക്കാണ്. അപ്പം മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ മീനെല്ലാം ഒരു ചട്ടിയിലാക്കി, പള്ളത്തിയെല്ലാം വേറൊരു ചട്ടിയിലാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ മീൻ നമുക്ക് പീരയും വെക്കാം, പള്ളത്തിയൊക്കെ നമുക്ക് വറുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് മീൻ പീരയ്ക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി, 8-10 ചെറിയ ഉള്ളി എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കാന്താരി മുളകും കറിവേപ്പിലയെല്ലാം ഒന്ന് നുള്ളി എടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ അരപ്പിനുള്ള എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പുളിയും കൂടെ ഇട്ട് കൈവച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഉപ്പും പുളിയെല്ലാം അരപ്പുമായിട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം. കറി അവിടെ ഇരുന്ന് വറ്റുമ്പോഴത്തേക്കും നമുക്ക് മീൻ വറുക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒരു 8-10 ചുവന്നുള്ളി, പിന്നെ എടുത്തിരിക്കുന്നത് പച്ചക്കുരുമുളകാണ്. ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് നന്നായിട്ട് പുരട്ടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലെല്ലാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ മേലിലേക്ക് 2 കറിവേപ്പിലയുടെ തണ്ട് വെച്ച് കൊടുത്ത് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി തീയൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെക്കാം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബായ്.